കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ നടത്തുന്ന ദേശീയ സരസ് മേളയ്ക്ക് കൊച്ചിയിൽ വർണ്ണശബളമായി തുടക്കം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ദേശീയ സരസ് മേളയുടെ ലക്ഷ്യം. കലൂർ സ്റ്റേഡിയത്തിന് സമീപം ആരംഭിച്ച മേള പുതുവത്സര ദിനം വരെ തുടരും. 100-ൽ പരം പ്രാദേശിക കലാകാരന്മാരും കുടുംബശ്രീ അംഗങ്ങളും അണിനിരന്ന വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ദേശീയ സരസ് മേളയ്ക്ക് തുടക്കമായത്. രാജ്യത്തെ ഗ്രാമീണ സംരംഭകരുടെ ഏറ്റവും വലിയ ഉൽപ്പന്ന പ്രദർശന വിപണന മേള മന്ത്രി എം. പി. രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി. രാജീവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ നടി നിഖില വിമൽ, കൊച്ചി മേയർ എം. അനിൽകുമാർ, MLA മാർ തുടങ്ങി ജനപ്രതിനിധികളും പങ്കെടുത്തു. കുടുംബശ്രീയെക്കുറിച്ച് പലർക്കുമുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റുന്ന മഹാമേളയാണിതെന്ന് നിഖില വിമൽ പറഞ്ഞു. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഭയങ്കര യൂഷ്വലി കൂടുതൽ ആണുങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ കുശുമ്പ് പറയാനും നിങ്ങൾക്ക് ഇത് പറയാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കുടുംബശ്രീ എന്നുള്ളത്. അങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. കാരണം ഇത്രയധികം സ്ത്രീകൾ ചേർന്ന് ഇങ്ങനെ ഒരു മേള സംഘടിപ്പിച്ച് അത് കൊച്ചി ആദ്യമായി ആതിഥേയത്വം വഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയധികം സ്ത്രീകൾ ഒന്ന് ചേർന്ന് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നത് കാണുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഭയങ്കര സന്തോഷം. കാരണം അതല്ല സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുകയെന്ന് നിങ്ങൾ എല്ലാവരും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള 300-ലധികം ഭക്ഷണ വിഭവങ്ങളും 120-ലധികം പാചക വിദഗ്ധരായ വനിതാ കാറ്ററിംഗ് സംരംഭകരും അണിനിരക്കുന്ന ഇന്ത്യ ഫുഡ് കോർട്ടും മേളയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകൾ, സാംസ്കാരിക സായാഹ്നം, ജില്ലയിലെ വിവിധ CDSകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപരിപാടികളും മേളയുടെ ഭാഗമായി അരങ്ങേറും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 10ാമത് സരസ് മേള അടുത്ത മാസം 1 വരെ തുടരും. കൈരളി ന്യൂസ്, കൊച്ചി.